ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുളക് ചെടിയിലും പയർ ചെടിയിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ അനുഭവിച്ച് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മുഞ്ഞ ശല്യം അല്ലേ. അപ്പം ഈ ഒരു മുഞ്ഞ ശല്യം നമുക്ക് നമ്മുടെ വീട്ടിൽ യാതൊരു ചിലവുമില്ലാതെ നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ ഇതിനെ ഓടിച്ച് കളയാം. ഇത് പിന്നെ നമ്മുടെ ചെടികളിൽ യാതൊരു ആക്രമണം വരാത്ത രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് ഒഴിവാക്കുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്ത് എത്ര തന്നെ മുഞ്ഞ ഒഴിവാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മരുന്നും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കും കൂടി ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ഈ ഒരു മുളക് ചെടി വന്ന് നോക്കുമ്പോൾ അതാ അതിലിങ്ങനെ മുഞ്ഞ മെല്ലെ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ ചെടികളൊക്കെ തന്നെ ഏതൊരു ചെടിയാണെങ്കിലും പയറ് ചെടിയാണെങ്കിലും മുളക് ചെടിക്കാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അത് പൂക്കളൊക്കെ ആയി തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു മുഞ്ഞൻ്റെ അറ്റാക്ക് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ പൂമ്പൊടികളിലുള്ള മധുരം നുകരാനായിട്ട് നമ്മുടെ ഉറുമ്പുകൾ വരുന്ന സമയത്ത് ഈ ഉറുമ്പുകളാണ് ഈ ഒരു മുഞ്ഞനെ ഒക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉറുമ്പുള്ള ചെടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ മുഞ്ഞ ശല്യം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉറുമ്പിൻ്റെ ചെടികളിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എടുത്തിട്ട് നോക്കുക കേട്ടോ. അതൊന്ന് മറിച്ച് എല്ലാ ഭാഗത്തേൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ മുഞ്ഞി ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാം. അതല്ല എങ്കിൽ കൂടി കഴിഞ്ഞാൽ നമ്മളെ ചെടി പിന്നെ അതിനെ പിഴുതെറിയേണ്ട അവസ്ഥ വരെ എത്തിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഈ ഒരു മുഞ്ഞി ശല്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആർക്കും തന്നെ നമ്മുടെ വീട്ടിലുള്ള പപ്പായ വരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു പപ്പായയുടെ ഇല ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എത്രത്തോളം കീടങ്ങളെ നമുക്ക് തുരത്തി, അതായത് മുന്നിൽ നമുക്ക് തുരത്തി കളയാനുണ്ടോ അത്രയും ഇല നമ്മളെടുത്തിട്ട് നല്ല രീതിയിൽ അതിനെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വലിയൊരു ഇല എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം മതി. കാരണം നമുക്ക് മുന്നിൽ ശല്യം വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ പയറൊക്കെ നട്ട് കൂടുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് അതിൽ നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതിൽ ഈ ഒരു പപ്പായൻ്റെ ഇല നല്ല രീതിയിൽ മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് അരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്കതിന് ഒന്ന് അരിച്ചും കൂടി എടുക്കണം. കാരണം അത് ഞാൻ സ്പ്രെയർ ബോട്ടിലാക്കിയിട്ട് നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ള കാരണം പിന്നെ അതിനെ നല്ല രീതിയിൽ തന്നെ ഞാൻ അരിച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ ഈ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു നീരിലേക്ക് നമ്മൾ 2 സാധനം കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ ഈ ഒരു ജൈവ കീടനാശിനി നമുക്ക് റെഡി ആയി കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഓമക്കാൻ്റെ ചാറ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഓമക്കൻ്റെ ഇലേൻ്റെ ചാറ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ അല്പം 2 മില്ലി മാത്രം നീം ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 മില്ലി എന്ന തോതിലാണ് നമ്മൾ നീം ഓയിൽ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1/2 ലിറ്റർ വെള്ളത്തിലേക്കും ആയിട്ടാണ് ഇതുപോലെ 2-2.5 മില്ലി, അതിൽ കൂടുതലായിട്ട് ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. നമുക്ക് എത്രത്തോളം ചെടികൾ ഉണ്ടോ അത്രത്തോളം നമുക്ക് കൂട്ടി ഉപയോഗിക്കാൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അല്പം ഹാൻഡ് വാഷോ അതല്ലെങ്കിൽ ഡിഷ് വാഷോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരൊറ്റ തുള്ളി മാത്രം നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഒരു കുപ്പിയിൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 500ൻ്റെ ഒരു കുപ്പിയോടെ എടുത്തിട്ടുണ്ട്. ആ കുപ്പിക്ക് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പ്രെയർ കംപ്ലൈൻ്റ് ആയത് കാരണം കേട്ടോ. അപ്പോൾ സ്പ്രെയർ ബോട്ടിൽ ഇല്ലാത്തവർ ഇതുപോലെയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ചെറിയ കുഞ്ഞാണ് കേട്ടോ. ഇതിനെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പച്ചക്കറി കൃഷികളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പിൽ നല്ല രീതിയിൽ പിന്ന് വെച്ചിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓമക്ക നീര് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമുക്കത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് മിക്സായി കിട്ടില്ല. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുലുക്കിയെടുത്ത് നല്ലപോലെ മിക്സാക്കി ഇനി നമുക്കതിലേക്ക് നല്ല സാധാരണ നോർമൽ വാട്ടർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചതിൻ്റെ ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെടികളുടെ ഇലയുടെ അടിയിലും മുകളിലൊക്കെ ആയിട്ട് തണ്ടിലൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. നമ്മുടെ ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഞ്ഞ ശല്യം എത്ര
ഇത്ര തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ ചെടിയിൽ നിന്ന് പാടെ മാറി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലേക്ക് അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ അത് ലൈക്കും കൂടി ചെയ്യട്ടെ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കിയതിന് ശേഷം നമ്മുടെ ഈ ലീഫിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനും കൂടി പോവുകയാണ്. അപ്പം ഇത് നമ്മുടെ പയർ, മുളക് ഇങ്ങനെയുള്ള ചെടിയിലൊക്കെ മുന്നേ ശല്യത്തിന് നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതാ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനിതിന് എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ തന്നെയാണ് ഇതിന് ക്യാമറ പിടിക്കുന്നത്, അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെയും അസ്സലാമു അലൈക്കും.